നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും മാന്യന്മാരല്ലാത്ത കുറെ സുഹൃത്തുക്കൾക്കും ശത്രുക്കൾക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ഒരു വിഷമം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഒരു സംശയം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ ഇതിന് ഞാൻ സാധാരണ വീഡിയോയിൽ നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകളെല്ലാം നിങ്ങളോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടാത്ത ഒരു റിപ്പോർട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞു തരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അത് നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കാനും അതിനുവേണ്ടി നിങ്ങളോട് ക്ഷമാപണം നടത്താനും വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും കാണുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ തെറികൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നെ സംഖ്യയാക്കാൻ മറക്കരുത്. എന്നെ ഒരു ലാലുണ്ണി ഫാനാക്കാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഞാൻ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. കണ്ടന്റ് എന്താണെന്നുള്ളത് നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ ഏതോ ഒരു ഗ്രഹത്തിൽ മമ്മൂട്ടി നായകനായി വന്ന ടർബോ എന്ന് പറയുന്ന സിനിമ 100 കോടി നേടിയതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഏത് ഗ്രഹമാണ് എന്നുള്ളൊരു കാര്യം എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടി ഒന്ന് താഴെ രേഖപ്പെടുത്തണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് സ്ഥിരമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ഈ പഠിച്ച് സംഖ്യയാക്കുക എന്നുള്ള പരിപാടി. അത് ഇപ്പോൾ അങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഈ കുറെ ആളുകൾ ഇപ്പോൾ സംഖ്യയൊക്കെ ആയിട്ട് അതിന്റെ റിസൾട്ടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് തന്നെയാലും ഇനി അതുകൊണ്ട് അങ്ങനെ സംഖ്യയാക്കുന്ന ഒരു പരിപാടിയിലേക്ക് മറ്റുള്ളവർ കടക്കുമോ എന്നുള്ളത് അറിയത്തില്ല. എന്തിനേലും എന്റെ താഴെ ഇപ്പോഴും വരുന്നുണ്ട്. കാരണം ഞാൻ ഹിന്ദുവാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന കാരണം. മറ്റൊരു കാരണം എന്നെ പിടിച്ച് ലാലപ്പൻ ഫാൻ ആക്കും എന്നുള്ളത്. ലാലപ്പൻ എന്ന് വെച്ചാൽ മോഹൻലാലിനെ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തിനേലും മോഹൻലാൽ ഫാൻ എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല, ലാലപ്പൻ ഫാൻ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ അങ്ങനെയും ആക്കാനുള്ള സാധ്യതയുണ്ട് ഈ വീഡിയോയ്ക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അവസാനം ടർബോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഞാൻ വീഡിയോ ബോക്സ് ഓഫീസ് കണക്കുകൾ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. തുടക്കം മുതലേ തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ സിനിമ 100 കോടി നേടുമെന്ന്. സിനിമ 100 കോടി നേടുമെന്നതിനെ കുറിച്ച് കുറെ വീഡിയോസ് ഇട്ടിരുന്നു. അവസാനം ആ 100 കോടി നേടില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ഞാൻ ആ സിനിമ 100 കോടി നേടില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു. ഈ സിനിമയെക്കുറിച്ച് ഞാൻ ആകെ പറഞ്ഞ ഒരു നെഗറ്റീവ് വാർത്ത എന്ന് ഫാൻസുകാർക്ക് തോന്നാവുന്ന ഒരു വാർത്ത അത് മാത്രമാണ്. പിന്നീട് ഇപ്പോൾ ഈ ചെയ്യുന്നൊരു വീഡിയോയും. അപ്പോൾ എന്തിനാലും ആ ഒരൊറ്റ വീഡിയോട്ടോടുകൂടി ഈ സിനിമയെ ഞാൻ അങ്ങനെ ഡീഗ്രേഡ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് എന്റെ ചാനലിൽ വന്ന് കുറേ ആളുകളുടെ തെറിവിളിയൊക്കെ കേട്ടു. അത് പിന്നെ പോട്ടെ, അത് പിന്നെ അവരുടെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നീട് ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടില്ല. കാരണം വീട്ടിൽ നിങ്ങൾക്കറിയാം ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുമായി ബേസ് ചെയ്തിട്ടുള്ള അതിന്റെ 28 ബാക്കിയുള്ള ചടങ്ങുകൾ, കാര്യങ്ങൾ, ഹോസ്പിറ്റൽ പോക്ക്, കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറച്ച് തിരക്കായിരുന്നു. 4-5 ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന്റെ ഇടയിൽ കുറെ കമന്റുകൾ വരികയാണ്. പടം ടർബോ 100 കോടി നേടി, ടർബോ 100 കോടി നേടി, നീ എവിടെടാ, നീ നിനക്ക് ഇതില്ലേ, വായില്ലേ, നിന്റെ വീഡിയോ എവിടെ, ബോക്സ് ഓഫീസ് കണക്കുകൾ എവിടെയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു 1000കണക്കിന് മെസ്സേജുകൾ വന്നു. എന്ത് തന്നെയാലും വരുന്നത് ഞാൻ ഇട്ട വീഡിയോയ്ക്കൊന്നും അല്ല, അതായത് ഇന്നോ ഇന്നലെ ഇട്ട വീഡിയോയ്ക്കൊന്നും അല്ല, എല്ലാ വീഡിയോയിലും അവരുടെ ചാനലിൽ വരുന്ന സജഷനിൽ വരുന്ന എല്ലാ വീഡിയോന്റെ താഴെ ഇത് വരികയാണ്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ 5 കൊല്ലം മുമ്പ് ഞാനിട്ട വീഡിയോന്റെ താഴെ വരെ ടർബോയുടെ കണക്ക് എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് വീഡിയോ കമന്റ് വന്നിരിക്കുന്നു. എന്ത് തന്നെയാലും എനിക്ക് ഏറ്റവും പുതുതായിട്ട് വരുന്ന കമന്റുകളൊക്കെ ഏറ്റവും മുകളിൽ വരുന്നതുകൊണ്ട് എനിക്കിത് ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് നോക്കി കാണേണ്ട കാര്യമില്ല. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കമന്റ് ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ അതും ടർബോന്റെ പേരിലുള്ള തെറിവിളിയായിരിക്കും. ഇങ്ങനെ കുറെ ദിവസം ഇങ്ങനെ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ടർബോ 100 അടിക്കുമെന്ന് ഒരു യാതൊരു പ്രതീക്ഷയില്ലോ. ഏതാണ്ട് ഒരു 70-71 വന്ന് നിന്ന പടമാണ്. പിന്നീട് 100 അടിക്കുമെന്ന് കരുതി ഞാൻ അവരുടെ മമ്മൂട്ടി കമ്പനിയുടെ ലിസ്റ്റ് എടുത്ത് നോക്കി. അപ്പോൾ അവർ നോക്കി കഴിഞ്ഞപ്പോൾ അവർ ഓരോ മണിക്കൂറിലും തന്നെ അതിനെക്കുറിച്ച് അപ്ഡേഷൻ കൊടുക്കുന്ന രീതിയിൽ തന്നെ പടത്തിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ പടമാണ്, അത് അവർക്ക് ചെയ്തേ പറ്റൂ. ആ രീതിയിലുള്ള പ്രൊമോഷൻ നടക്കുന്നുണ്ട്. 70 കോടിയിലാണ് അവർ ലാസ്റ്റ് ഒരു പോസ്റ്റർ ഇട്ടത്. ഒഫീഷ്യലായിട്ട് വരേണ്ടത് അവിടെയാണ്. അവിടെ ആ ഒരു 70 കോടിയിൽ അവർ പോസ്റ്റർ നിർത്തിയിരിക്കുകയാണ്. പിന്നീട് ഒരു പോസ്റ്റും അവരെ കുറിച്ച് അല്ലെങ്കിൽ ഈ പടത്തെക്കുറിച്ച് വന്നിട്ടില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാനപ്പോൾ നോക്കുന്ന സമയത്ത് ഏറ്റവും അവസാനമായിട്ട് വന്ന സിനിമ 5ാം വാരം കടക്കുന്നു എന്നുള്ള ഒരു പോസ്റ്റാണ്. നോക്കിക്കഴിയുമ്പോൾ സിനിമ തിയേറ്ററുകളുടെ ലിസ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ലിസ്റ്റ് ഉണ്ട്. പക്ഷെ അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതും കൂടി എടുത്ത് പറയണമല്ലോ. പെരുമ്പാവൂർ EVMൽ 5ാം വാരം ഓടുന്നു എന്നും പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ലിസ്റ്റ് എടുത്തിട്ടുണ്ടെന്ന്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇന്ന് വരെയുള്ള ഒരാഴ്ചയിൽ ഒരു ദിവസം പോലും ആ സിനിമ ഓടിയിട്ടില്ല. ആ സിനിമ കഴിഞ്ഞ ആഴ്ച അവിടെ ഓടിയിട്ടില്ല. പക്ഷെ ആ പോസ്റ്ററിൽ വന്നിട്ടുണ്ടാവും. അതൊരു മിസ്റ്റേക്കായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നു.
നടക്കുന്നുള്ളൂ. അതല്ലാതെ അവർ തള്ളിക്കയറ്റി വെച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്നൊരു പ്രവചനത്തിനും ഞാനില്ല. കാരണം അത് അവർ ആയിട്ട് ഓരോ തിയേറ്ററിലും വിളിച്ചു വെച്ച് നിങ്ങൾ ഓടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇടുന്ന ലിസ്റ്റ് ഒന്നും ആയിരിക്കില്ല. അവർക്ക് കിട്ടിയ ഏറ്റവും അവസാനം കിട്ടിയ ഒരു റിപ്പോർട്ട് വെച്ചിട്ട് അവരടിച്ചിറക്കുന്നതായിരിക്കും. പക്ഷെ തിയേറ്ററിൽ ആ പടം ആ ഒരു നിമിഷം വേണമെങ്കിൽ മാറ്റിക്കളയാം. കഴിഞ്ഞ ആഴ്ച അപ്രതീക്ഷിതമായിട്ട് കുറച്ച് മലയാള സിനിമകൾക്ക് നല്ല അഭിപ്രായം കയറി വരികയുണ്ടായി. ആ സിനിമകളൊക്കെ അവിടെ ഓടുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും പെരുമ്പാവൂർ EVM കഴിഞ്ഞ ആഴ്ച ഓടാതിരുന്നത്. അല്ലാതെ അവരുടെ മിസ്റ്റേക്കായിട്ട് അവർ തള്ളിക്കയറ്റി വെച്ചായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. എന്തെങ്കിലും ആ വിഷയം വിട്. അപ്പോൾ അവര് മമ്മൂട്ടി കമ്പനി അത് പുറത്തു വിട്ടിട്ടില്ല. മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പേജ് നോക്കി, ഇൻസ്റ്റാഗ്രാം നോക്കി, എല്ലായിടത്തും നോക്കി ഓരോടത്തും മമ്മൂട്ടിയും പുറത്തു വിട്ടിട്ടില്ല. ദുൽഖർ സൽമാനും പുറത്തു വിടാറുണ്ട്, അത് നോക്കി അതും നടന്നിട്ടില്ല. സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും നോക്കി ഇവരൊക്കെ ഏതാണ്ട് നേരത്തെ തന്നെ ഈ പടത്തെ പറ്റിയുള്ള കഥകളൊക്കെ വിട്ട് വേറെ പടങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് എവിടെ നിന്നാണ് ഈ ഒരു 100 കോടി എന്നുള്ള ലിസ്റ്റ് ഇവർക്ക് കിട്ടിയതെന്നതിനെ പറ്റി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഏറ്റവും അവസാനം ഗൂഗിളിൽ സെർച്ച് നോക്കുന്ന നമ്മൾ നോക്കുന്ന സൈറ്റുകളിലെല്ലാം തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ 70-71 വന്ന് നിന്നേക്കുക. പിന്നീട് ഒരു റിപ്പോർട്ടും ഇല്ല. ഏറ്റവും അവസാനം ഒരു ബുദ്ധി തോന്നുകയാണ്. കാരണം ബുദ്ധി തോന്നുന്നു പറഞ്ഞാൽ ഈ ഒരു ബുദ്ധി ഇവർക്ക് നേരത്തെ തോന്നിയിട്ടുള്ളത് കാരണം കൊണ്ട്, എനിക്കത് അറിയാവുന്നത് കൊണ്ട്, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും ഞാൻ വെറുതെ ഒന്ന് വിക്കിപീഡിയ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ വിക്കിപീഡിയയിൽ ഈ ചിത്രത്തിന്റെ ബഡ്ജറ്റ് 40 കോടിയെന്നും കളക്ഷൻ 105 കോടിയെന്നും കിടക്കുകയാണ്. വിക്കിപീഡിയയിൽ സുഹൃത്തുക്കളെ, വിക്കിപീഡിയയിൽ മമ്മൂട്ടി നായകനായിട്ടുള്ള ടർബോ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ 105 കോടിയും ബഡ്ജറ്റ് 40 കോടിയുമായിട്ട് കിടക്കുകയാണ്. പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പേ ഈ വിക്കിപീഡിയ ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് 70 കോടിയായിരുന്നു ഇതിനകത്ത് ബഡ്ജറ്റായിട്ട് കടന്നിരുന്നത്. എന്ത് തന്നെയാലും വിക്കിപീഡിയയെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള മമ്മൂട്ടി ആരാധകരുടെ ഒരു ധാരണ എന്ന് പറയുന്നത്, ഇത് ഏതോ അമേരിക്കയിലുള്ള കുറെ തൊഴിലാളികൾ ഇന്ത്യയിൽ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ഇവിടെയുള്ള ഓരോ തിയേറ്ററിലും പോയി ഇതിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ എടുത്തിട്ട് അവര് അമേരിക്കക്കാർക്ക് ഇവിടുന്ന് അയച്ചു കൊടുത്ത് അവർ അവിടെ നിന്ന് പോസ്റ്റ് ചെയ്യുന്നതാണ് ഈ വിക്കിപീഡിയയിൽ വരുന്ന റിപ്പോർട്ടുകൾ എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ഒരു കമന്റുകളായിരുന്നു ഇത് എന്നുള്ള കാര്യം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. കാരണം ഇതേ അവസ്ഥ പണ്ട് വന്നിട്ടുണ്ട്. പണ്ട് വിക്കിപീഡിയനല്ല അവർ പിടിച്ചിരുന്ന IMDb പേജുകളെയായിരുന്നു അവർ പിടിച്ചിരുന്നത്. കാരണം മമ്മൂട്ടിയുടെ എന്തൊട്ടാണ് ആ ഒരു പടത്തിന്റെ പേര് മറന്നുമില്ല, നമ്മുടെ കരളിപ്പയറ്റിന്റെ ഒരു പടം ഉണ്ടല്ലോ, കളരിപ്പയറ്റിന്റെ 135 കോടിയുടെ കേക്ക് മുറിച്ച ഒരു പടം, ആ പടത്തിന്റെ മാമാങ്കത്തിന്റെ കളക്ഷൻ 135 കോടി രൂപയാണെന്ന് പ്രൊഡ്യൂസർ ഓപ്പൺ ആയിട്ട് വന്ന് പുറത്തു പറഞ്ഞു. പ്രൊഡ്യൂസർ അതിന്റെ പോസ്റ്റർ അടിച്ചു, കേരളത്തിലെ തെരുവുകളോളം അത് ഒട്ടിച്ചു. അത് ഇനിയും സംശയമുള്ളവർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോസ്റ്റർ മതലും ഒട്ടിച്ചങ്ങനെ പോസ്റ്ററിന്റെ ഫോട്ടോ വരെ നിങ്ങൾക്ക് പ്രൂഫായിട്ട് കിട്ടും. അതേ രീതിയിൽ ആ പടത്തിന്റെ പോസ്റ്റർ ഒട്ടിച്ച് ഇറക്കി ഭയങ്കരമായിട്ടുള്ള പത്രസമ്മേളനം നടത്തിയിട്ട് ഞാനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ, ഞാൻ പറയുന്ന ഇതിന്റെ കളക്ഷൻ എന്ന് വരെ അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ യാതൊരുവിധ തെളിവുകളും ആ സിനിമയ്ക്ക് അതുമായിട്ട് ബേസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ വിക്കിപീഡിയയിലും ഇതിനകത്തൊക്കെ പോസ്റ്റുകൾ ഇടുമ്പോൾ ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. എഡിറ്റ് ചെയ്യാനുള്ള ലൈസൻസ് വേണമെന്ന് മാത്രമല്ല, ലൈസൻസിന് വേണ്ടി വലിയ അമേരിക്കയിൽ പോയി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ അത് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അത് ചെയ്തെടുത്തിട്ടുള്ള ആളുകൾ അവർക്ക് ഇത് എഡിറ്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത് എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനൊരു പ്രൂഫായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വച്ചിരിക്കണം. മിനിമം 2 പ്രൂഫോ 3 പ്രൂഫായിട്ടാണ് വേണ്ടത്. അപ്പൊ അത് കൊടുത്തിരിക്കണം. വിക്കിപീഡിയയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ 100 കോടി കളക്ഷൻ 105 കോടി കളക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ 105ന്റെ മുകളിൽ ഒരു നീല കളറിൽ ഒരു ചെറിയ ബ്രാക്കറ്റിൽ ഒരു സംഖ്യ എഴുതിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 1, 2, 3 എന്നൊക്കെ പറഞ്ഞാൽ നമ്പറുകളായിരിക്കും അത്. അതാണ് ഈ പറഞ്ഞ പ്രൂഫുകളുടെ എണ്ണം. ആ പ്രൂഫുകൾ വായിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നീല കളറിലുള്ള ചെറിയ ബ്രാക്കറ്റിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്താൽ മതി. അതൊരു വലിയൊരു പേജായിട്ട് തുറന്നു വരും. അപ്പോൾ അതിനകത്ത് ലിസ്റ്റുകൾ കിടപ്പുണ്ടാവും, നിങ്ങൾ അവർ ഏതൊക്കെ പ്രൂഫാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ആ പ്രൂഫുകൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് ചെക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം അന്ന് മാമാങ്കത്തിന്റെ കാര്യത്തിൽ കൊടുത്തപ്പോൾ ചീറ്റിപ്പോയി. കാരണം ഈ ഒരു പ്രൂഫ് കൊടുക്കുന്നത് തെറ്റായിട്ടുള്ള പ്രൂഫാണ് എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങൾ, എനിക്ക് തോന്നുന്നു 2 ആഴ്ചയോളം മറ്റോട്ട് അത് അവിടെ കിടക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകുന്ന പ്രവണത ഉണ്ടാവുക. അപ്പൊ മാമാങ്കത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവർ വിക്കിപീഡിയയുടെ അച്ഛനെയും അമ്മേനെയും വിളിച്ച് തെറി പറയാനും അവരെ സംഖ്യയാക്കാനും നടക്കുന്നതിന്റെ ഇടയിൽ വേറെ കുറച്ച് ബുദ്ധിജീവികൾ വേറൊരു കാര്യം കൂടി ചെയ്തു. അത് വേറെ ഒന്നുമല്ല, IMDbയുടെ ഒരു സ്വന്തമായിട്ട് ഒരു പേജ് തന്നെ ഇവർ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ആ പേജ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം പണി അറിയാവുന്നവർക്ക് ചെയ്തെടുക്കാവുന്ന, വീട്ടിൽ തന്നെ വെച്ച് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത് എല്ലാം തന്നെ അവർ അപ്രൂവ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അതിനകത്ത് വരുന്ന വാർത്തകൾ സത്യസന്ധമായിരിക്കണമെന്ന് മാത്രം. അങ്ങനെ ആ വാർത്തകൾ അതിനകത്ത് ഒരൊറ്റ കാര്യത്തിൽ
കാര്യത്തിന് വേണ്ടി മാത്രമായിട്ടാണ് ആ ഒരു സൗത്ത് ഇന്ത്യൻ IMDb പേജ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് വന്ന വാർത്ത എന്ന് പറയുന്നത് മാമാങ്കം 135 കോടി നേടി എന്നുള്ളതായിരുന്നു. അതും ഈ പറഞ്ഞ മാതിരി ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ അതും IMDb എടുത്ത് തൂക്കി കാട്ടിക്കളയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്ത് കഴിഞ്ഞാൽ ആ 2 ആഴ്ച വലിയ കൊട്ടിഘോഷവും ഏതാണ്ട് കേരള കേക്ക് മാർക്കറ്റിലെ വലിയൊരു തരംഗം സൃഷ്ടിച്ച ഒരാഴ്ച കൂടിയായിരുന്നു അതെന്നാണ് പറയപ്പെടുന്നത്. കാരണം ചരിത്രത്തിൽ ഇതുവരെ വിറ്റുപോയതിൽ ഏറ്റവും കൂടുതൽ കേക്കുകൾ വിറ്റുപോയ ഒരു ആഴ്ച കൂടിയായിരുന്നു അത് എന്ന ഒരു അനൌദ്യോഗികമായിട്ടുള്ള കണക്കുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മമ്മൂട്ടി ആരാധകർക്ക് ചൊറിയുന്നുണ്ടാവും. എനിക്കൊന്നും പറയാനില്ല. കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് ഞാനിരുന്ന് ചൊറിയുന്നതാണ് നിങ്ങളുടെ ഈ തെറി കേട്ടിട്ട്. അപ്പൊ അതങ്ങോട്ട് മറുപടി പറയുന്നതായിട്ട് കരുതിയാൽ മതി. ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള എല്ലാത്തിന്റെയും മറുപടിയാണ് കേട്ടോ. അതും കൂടി കണക്ക് കൂട്ടുന്നു. ഇനിയും ഇതിന്റെ പുറകെ വന്നിട്ട് വേറെ ചോദ്യം ചോദിച്ചേക്കരുത്. അപ്പോൾ അങ്ങനെയാണ് അന്ന് IMDbയുടെ കഥ അവസാനിച്ചത്. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ IMDbനെ തെറി പറഞ്ഞ് ഇനിയിപ്പോൾ IMDb സംഖ്യ ആയതുകൊണ്ടായിരിക്കും ചെയ്യാത്തതെന്ന് കരുതി IMDbയുടെ പുറകെ പോയില്ല. അവർ വിക്കിപീഡിയനെ പിടിച്ചു 105 കോടിയാക്കി 70 കോടി എന്നുള്ള ബഡ്ജറ്റ് വെട്ടിച്ചുരുക്കി 40 ആക്കി. പടം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ 40 ആയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ട് കമന്റുകൾ ഉണ്ടാവും. ആരാണ് ഒഫീഷ്യലായിട്ട് പറഞ്ഞത് 70 കോടിയാണ് ബഡ്ജറ്റ് എന്ന്? സംവിധായകൻ പറഞ്ഞിട്ടില്ല, പ്രൊഡ്യൂസർ പറഞ്ഞിട്ടില്ല, പിന്നെ ആരാണ് പറഞ്ഞത് എന്നൊക്കെ ഉള്ള കമന്റുകൾ ഉണ്ടാവും. ആരാണ് പറഞ്ഞത് 100 കോടിയാണ് ചിത്രത്തിന്റെ കളക്ഷൻ എന്ന്? ഈ പറഞ്ഞ സംവിധായകൻ പറഞ്ഞിട്ടില്ല, പ്രൊഡ്യൂസർ പറഞ്ഞിട്ടില്ല, പിന്നെ ആരാണ് പറഞ്ഞത് എന്നും കൂടി ഇതിന്റെ ഈ ചോദ്യത്തിന്റെ കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ തന്നെയാണ് 70 കോടി ബഡ്ജറ്റാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ തന്നെ പറയണം ഈ 100 കോടി എവിടെ നിന്ന് വന്നു എന്നുള്ളതും ഈ 70 എങ്ങനെ 40 ആയി എന്നുള്ളത്. വേറൊരു കാര്യം, പ്രൊഡ്യൂസർ പറഞ്ഞു സിനിമയ്ക്ക് ലാഭം കിട്ടി എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് കാണുകയുണ്ടായി. എന്റെ പൊന്നു മഹാനായ വ്യക്തി മമ്മൂട്ടിയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. അതാദ്യം മനസ്സിലാക്കുക. അതുപോലും അറിയാത്ത വ്യക്തി വന്നിട്ട് പ്രൊഡ്യൂസർ പറഞ്ഞു സിനിമയ്ക്ക് 100 കോടി കിട്ടി എന്ന് പറഞ്ഞ് കമന്റ് ഇട്ട മഹാനെയൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ അനുമോദിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ, അനുമോദിച്ചു പോവുകയാണ്. അപ്പോൾ എന്ത് തന്നെയാലും വിക്കിപീഡിയയുടെ സംഭവം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇവർ ഈ 40 എന്നുള്ളത് 70 എന്നുള്ളത് കുറച്ച് 40 എന്നാക്കി. അതുപോലെ തന്നെ കളക്ഷൻ 70 ഉണ്ടായിരുന്നത് വെട്ടിച്ചൊരുക്കി 100ലേക്ക് ആക്കി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം പറ്റി. ഞാൻ ഈ 100 കണ്ടപ്പോൾ തന്നെ ഞാൻ അത് ചെക്ക് ചെയ്ത് ഇവിടെ എവിടെ നിന്നാണ് ഈ പ്രൂഫ് വന്നതെന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് പ്രൂഫായിട്ട് ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ, 1 എന്നുള്ള ഒരു സംഖ്യ മാത്രമാണ് കിടക്കുന്നത്. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു വാർത്തയാണ് അതിനകത്ത് പ്രൂഫായിട്ട് ഇട്ടിരിക്കുന്നത്. നല്ല കാര്യം, ടൈംസ് ഓഫ് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പത്രമാണ്. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയിൽ 100 കോടി എന്നല്ല അവർ കൊടുത്തിരിക്കുന്നത്. 22 ദിവസത്തെ കളക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. 22ാം ദിവസം ചിത്രം ഓൾ ഇന്ത്യ ലെവലിൽ 1 ലക്ഷം രൂപ തികച്ചുവെന്നും ചിത്രം ഇതുവരെ ആഗോളതലത്തിൽ 71 കോടി രൂപ നേടിയെന്നും 33 കോടി രൂപ കേരളത്തിൽ നിന്ന് നേടിയപ്പോൾ വിദേശ മാർക്കറ്റുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള കളക്ഷൻ കിട്ടുകയും അത് മുഖേന ചിത്രം 70 കോടി കടന്നുവെന്നും ഇതുവരെ ആഗോളതലത്തിൽ 71 കോടി പിന്നിട്ടുവെന്നുമുള്ള ഒരു റിപ്പോർട്ടാണ് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നത്. മലയാളത്തിലല്ല, ഇംഗ്ലീഷിലാണ് എന്നുള്ളത് മാത്രം. എന്ത് തന്നെയാലും ഇതാണ് ഇവർ ഈ 105 കോടി രൂപയ്ക്ക് പ്രൂഫ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കാൻ അവർക്ക് ഈ വിക്കിപീഡിയക്കാർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ട് അവർ സായിപ്പന്മാരായതുകൊണ്ടായിരിക്കും അവർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു മലയാളത്തിലുള്ള ഒരു വാർത്തയാണ് ഇട്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിന് ഇത്രയും വലിയ അബദ്ധം ഉണ്ടാവില്ലായിരുന്നു. എന്ത് തന്നെയാലും ഈ സാധനം ഇട്ട് ഒരു 2-3 ദിവസം കൂടി അതവിടെ നിലനിന്നു, ഒരാഴ്ചയോളം നിലനിന്നു. അത് കഴിഞ്ഞപ്പോൾ അത് അവിടെ നിന്ന് തൂക്കി. അത് അവരല്ല അത് തൂക്കിയത് മോഹൻലാൽ ഫാൻസ് തന്നെയാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ അവന്മാരെ എതിർത്ത് വെട്ടിയിട്ട് ഇതേ പ്രൂഫ് തന്നെ ഇട്ടിട്ട് അവർ കളക്ഷൻ 70 കോടിയാക്കി മാറ്റുകയും ഇതേ പ്രൂഫ് തന്നെ ഇട്ടിട്ട് ഇതിന്റെ ബഡ്ജറ്റ് 40 കോടിയിൽ നിന്ന് 70 കോടിയിലേക്ക് ആക്കി മാറ്റുകയും ചെയ്തു. എന്ത് തന്നെയാലും ആ ഒരു സംഭവത്തിന് ശേഷം ഇപ്പോൾ 2 ദിവസമായിട്ട് ഈ തെറിവിളികൾ കേൾക്കുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പടം 100 കോടി എത്തിയിട്ടില്ല. ഈ പടം ഇനി വേണമെങ്കിൽ ടോട്ടൽ ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് 100 കോടിയിലേക്ക് എത്തിക്കാം. പക്ഷെ അവിടെയും ഒരു കാര്യമുണ്ട്, 30 കോടിക്ക് മുകളിൽ ഈ സിനിമയുടെ സാറ്റലൈറ്റ് ബിസിനസ് നടക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ മമ്മൂട്ടി സിനിമയുടെ ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് സിനിമ വിറ്റുപോയിരിക്കുന്നത് എന്നുള്ളൊരു വാർത്തയുണ്ട്. തീർച്ചയായിട്ടും അത് ഈ 30 കോടി രൂപ റേഞ്ചിലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ ബിസിനസ് 100 കോടി എന്നുള്ള പേരിൽ തന്നെ ഈ സിനിമയുടെ റിസൾട്ട് വരും. അല്ലാതെ ബോക്സ് ഓഫീസ് കണക്ക് 100 കോടി നേടി എന്ന് പറഞ്ഞ് ദൈവത്തെ ഓർത്ത് വരരുത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ ഒരു പ്രൂഫ് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ് നിങ്ങൾക്ക് പ്രൂഫ് തരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു വാർത്തയെങ്കിലും കൊടുക്കുക. കാരണം നമുക്ക് ഈ അന്യഗ്രഹ ജീവികൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് വലിയ രോമാഞ്ചമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്ന് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഏത് ഗ്രഹത്തിലാണെന്നെങ്കിലും ഒന്ന് സത്യത്തിലൊന്ന് പറഞ്ഞു തരിക പ്ലീസ്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. തെറിവിളികൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.